ഹലോ ഗൈസ്, മൺസൂൺ ആയി കഴിഞ്ഞാൽ മാമലക്കണ്ട സ്കൂളിന്റെ വൈബൊക്കെ ഒന്ന് വേറെ തന്നെയാണ്. നമുക്കതിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. വീടിനടുത്തുനിന്ന് മാമലക്കണ്ട സ്കൂളിലേക്ക് നടക്കാവുന്ന ദൂരമുള്ളൂ. കുഞ്ഞച്ഛൻ്റെ വീടിന്റെ തൊട്ട് ബാക്കിലായിട്ടാണ് മാമലക്കണ്ടം സ്കൂള്. മാമലക്കണ്ടം സ്കൂളിന്റെ ബാക്ക് സൈഡ് വ്യൂ ആണത്. നമ്മളിത് ഈ സ്കൂളിന്റെ സൈഡിലൂടെയുള്ള റോഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ആ നിൽക്കുന്നതാണ് കുഞ്ഞച്ഛന്റെ ഭാര്യ, ഞങ്ങളുടെ ബേബിച്ചിറ്റ. അതെ അതെ അതെ. വണ്ടി ട്രിപ്പ് പോകാൻ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ഈ മാമലക്കണ്ടം എന്ന് പറയുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ളതാണ് ഈ മാമലക്കണ്ടം സ്കൂൾ. ചുറ്റും മലകളും അതുപോലെ സ്വന്തമായൊരു വെള്ളച്ചാട്ടവും. ശരിക്കും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമുക്കൊരു പെയിന്റിംഗ് പോലെയാണ് തോന്നുന്നത്. അത് തന്നെയാണ് ഈ സ്കൂളിനെ ഇത്രയും വൈറലാക്കിയതും. പ്രകൃതിയും പഠനവും ഒത്തുചേരുന്ന കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സ്കൂളാണിത്. നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം കാണാനായിട്ട് കുഞ്ഞച്ഛന്റെ വീട്ടിൽ നിന്ന് നമുക്ക് നടന്നു വരാവുന്ന ദൂരേ ഉള്ളൂ. ഉണ്ണിയുടെ ചിറ്റയുടെ വീടായതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് കണ്ടുപോകാം. ഇവരുടെ ഒരു ദിനചര്യ എന്ന് പറഞ്ഞാൽ രാവിലെ ഇത്രയും ദൂരം നടന്നിട്ട് വേണം ബസ് കയറാനും ജോലിക്ക് പോകാനും അതുപോലെ വൈകുന്നേരം തിരിച്ചു വരാനും ഒക്കെ. വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ ജീപ്പ് പോലത്തെ സൗകര്യം ഉണ്ടെങ്കിലും സിലിണ്ടർ കുറ്റി അടക്കം തലയിൽ വെച്ചുകൊണ്ടാണ് കുഞ്ഞച്ഛൻ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. നമുക്കിതൊക്കെ ഒരു ഭാരമേറിയ സംഭവമാണല്ലേ, പക്ഷെ ഇവർക്ക് ഇതെല്ലാം ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന മലകൾ അത്രയും ഈ കുഞ്ഞച്ഛനും ബേബി ചിറ്റയും ഒറ്റയ്ക്ക് നടന്ന് കയറിയിട്ടുണ്ട്. ഇപ്പോഴും അവർ കയറും ഈ മലകൾ അത്രയും. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നാളെ നമുക്ക് ഒന്നുകൂടി ഇറങ്ങണം. ഉണ്ണിയും ബേബിച്ചിറ്റയും കുഞ്ഞച്ഛനൊക്കെ അതേ വീട്ടിലെത്തി. അപ്പോൾ നാളെ നമുക്ക് ഒന്നുകൂടി മാമലക്കണ്ട സ്കൂൾ വരെയൊക്കെ ഒന്ന് പോവാം അല്ലേ.